ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും കൂടി ഇന്ന് ഞങ്ങളുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം മ്യൂസിയത്തിലേക്ക് പോയി. എന്നപ്പോൾ നിങ്ങൾക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കുറേ കാഴ്ചകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അങ്ങനെ മോള് നല്ല ഉറക്കമാണ്, ഇളയാൾ. ഞാനിങ്ങനെ തോളിലിട്ട് പോവാണ്. വൈഫും മൂത്ത ആളും കൂടി പോയിട്ട് ടിക്കറ്റ് എടുക്കാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അവർ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ ഞാൻ മ്യൂസിയത്തിൻ്റെ കുറേ ഫോട്ടോസുകളൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, വിദേശികളും വരുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ മ്യൂസിയത്തിലൊക്കെ. സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പ്രത്യേക വൈബാണ്. വേറൊന്നുമല്ല, വളരെ നല്ല ശാന്തമായ ഒരു സ്ഥലമാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ നടന്നു പോയാൽ നമ്മൾ ഉറങ്ങിപ്പോകും. അത്രയ്ക്കും മനോഹാരിതയാണ് തിരുവനന്തപുരം മ്യൂസിയം. അങ്ങനെ ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. കണ്ടില്ലേ, അങ്ങനെ വൈഫും മോളും ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. 20 രൂപയാണ്, 40 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ 3 പേർക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ 120 രൂപ കൊടുത്ത് കയറി കഴിഞ്ഞാലൊക്കെ കുഴപ്പമില്ല, നല്ലതാണ്. ഞാൻ എല്ലാ വെക്കേഷൻ പോകുമ്പോഴും മ്യൂസിയത്തിൽ പോകാറുണ്ട്. കണ്ടത് തന്നെയാണ്, പക്ഷേ ഒരു എന്താ പറയുക, ഒരു വൈബാണ്, പ്രത്യേക ഒരു സന്തോഷമാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും. അങ്ങനെ വൈഫും കുട്ടിയും ഫാമിലിയുമായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കും. ഇതാ കണ്ടില്ലേ, പോത്തും കുട്ടി കിടക്കുന്നത്. വൈഫ് മോളങ്ങനെ കാണിക്കുകയാണ്. ഇവക്ക് പോത്തെന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട്. പോത്തെന്ന് പറഞ്ഞിട്ട് കിടക്കും. അങ്ങനെ വൈഫ് ഒക്കെ ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ കുരങ്ങനൊക്കെ ഉണ്ട്, ഇതാണ്ടില്ലേ, സൂം ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ഇതൊന്നും പുറത്തൊന്നും വരത്തില്ല, ഈ സംഭവമൊക്കെ അവിടെ തന്നെ അങ്ങനെ ഇരിക്കും, ഇവിടെ ഉള്ളിൽ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്തുള്ളവരുടെ ഒരു ഭാഗ്യമാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, വളരെ മനോഹാരിതയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ മരങ്ങളെക്കുറിച്ചും എഴുതി വെച്ചിട്ടുണ്ടാവും. ആ മരത്തിൻ്റെ പേര്, അത് ഉത്ഭവിച്ചത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതായിരിക്കുന്നത് കുരങ്ങച്ചൻ. അങ്ങനെ വൈഫും കുട്ടികളും വീണ്ടും ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര കണ്ടു കഴിഞ്ഞാലും മടുക്കില്ല ഇവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, പ്രകൃതി അത്രയ്ക്കൊരു എന്താ പറയുക, ഒരു എനർജി കിട്ടും നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട്. കുറേ നടക്കാനുണ്ട്, പക്ഷേ എന്നിരുന്നാലും നമ്മൾ നടക്കും. അവിടെ നിന്ന് ഞങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കുന്നത് കുരങ്ങനെയാണ് കേട്ടോ, കരിങ്കുരങ്ങൻ. എനിക്കിതിൻ്റെ പേരൊന്നും അത്ര അറിയത്തില്ല മക്കളെ, പക്ഷേ സംഭവം അളിയൻ അതിൻ്റെ മരത്തിൻ്റെ മേലെ കയറി അങ്ങ് ഇരിപ്പുണ്ട്. 1-2 പീസൊക്കെ കാണത്തുള്ളൂ. തെന്നിയും തെറിച്ചൊക്കെ നോക്കണം, എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിഞ്ഞിരിക്കും ഈ സംഭവങ്ങൾ. അടുത്ത കാണിക്കാൻ പോണാണ് നല്ല അടിപൊളി സംഭവം. കണ്ടു നോക്കും മക്കളെ, ഇതാണ്ടില്ലേ, കൊക്ക് പലതരം. ഇത് കൊക്കല്ലല്ലോ, കഴുകനാ എന്തോ ആണ് സംഭവം. ഭയങ്കര വലിയ സംഭവമാണ് മക്കളെ, കണ്ടു നോക്ക്. 2 പീസേ ഉള്ളൂ, ഒന്നാ സൈഡിലവിടെ ഇരിപ്പുണ്ട്. വലയൊക്കെ കെട്ടി സെറ്റാക്കി ഇതാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ നടന്ന് അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. കാഴ്ചകൾ കണ്ട് ദാ കിടക്കണ മക്കളെ 2 ഭീമൻ മുതല. നമ്മൾ വിചാരിക്കും പാവക്കുട്ടീനെ കൊണ്ടിട്ടിരിക്കണമെന്നാണ് വിചാരിക്കുക, പക്ഷേ 2 ആമക്കുട്ടിയുണ്ട് കേട്ടോ അവിടെ. സംഭവം അത് മുതല തന്നെയാണ്, ഉഗ്രൻ സാധനം. പിന്നെ നമ്മുടെ വെറൈറ്റി കൊക്കുകൾ,
ഇഷ്ടം പോലെ ഉണ്ടോ മക്കളെ, ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ വെറൈറ്റി പലതരം കൊക്കുകൾ. ഏതെല്ലാം കൊക്കുകളാണ് മക്കളെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇഷ്ടം പോലെ, അതും വലിയ സംഭവങ്ങളാണ്, ഒരുപാട് വലിപ്പമുള്ള. ഇതാ കണ്ടില്ലേ, കണ്ടില്ലേ, ഇഷ്ടം പോലെ സംഭവം. ഓ, എന്താ ഇതിനെ പറയാ, നീർനായ. ഇതാ കണ്ടില്ലേ, അളിയൻ വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ട് മുങ്ങിയും താരയും കളിക്കുന്നത് കണ്ടില്ലേ. നീർനായ എന്നാണല്ലോ നീർനായ എന്നാണോ ഇതിനെ പറയുന്നത്? നമുക്ക് പേരൊന്നും അറിയില്ല മക്കളെ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആയത്. കണ്ടില്ലേ. പിന്നെ വലിയ മീൻ, എൻ്റെ അമ്മ എമ്മാതിരി വലിപ്പമുള്ള മീനുകളാണ്. 10-20 കിലോയ്ക്ക് മേലെയുള്ള മീനുകളാണ്. അത് നോക്ക്, കണ്ടോ, ഭയങ്കര വലിപ്പമുള്ള മീനുകളാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഒരുപാട് മീനുകളുണ്ട്. പിന്നെ അങ്ങനെ വീണ്ടും ഇങ്ങനെ നടന്ന് പോവാണ്. എന്ത് രസമാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ വീണ്ടും ഇതെന്തോ ഹിപ്പോപ്പൊട്ടാമസാ. ചാമ്മ എമ്മാതിരി ഐറ്റംസാണ് ഇതൊക്കെ, വെടിക്കെട്ട് സാധനങ്ങൾ. നോക്ക്, വായൊക്കെ തുറന്ന് ഇങ്ങനെ കുളിച്ച് മാർമാദിക്കുകയാണ് അവിടെ കിടന്ന്. 4 എണ്ണം ഉണ്ട്, 4 എണ്ണം. ഭയങ്കര ആർമാദിപ്പാണ്, കുളിച്ചാർമാദിക്കുകയാണ് അവിടെ കിടന്ന്. ₹40 കൊടുത്താൽ എന്താണ്, നല്ല രസമുള്ള കാഴ്ചകളാണ്. അതേപോലെ തന്നെ അതിമനോഹരമായ സ്ഥലങ്ങളും. ഇതെന്താണ്, മാനാണോ? മാൻ കുറേ ഉണ്ട് ഉള്ളിൽ. അങ്ങോട്ടാണ് പോയി നിൽക്കുന്ന ഈ സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ സൂം ചെയ്താണ് ഈ വീഡിയോ എടുത്തത്. അതാണ്ടില്ല ഒരെണ്ണം നിൽക്കുന്നുണ്ടല്ലേ, സിംഹം, കടുവ. അടുത്ത നമ്മൾ സിംഹത്തിനെയും കടുവയിനെയൊക്കെ കാണാൻ പോവുകയാണ്. മാൻകുട്ടികൾ, നല്ല മാനുണ്ട്. അതുകൊണ്ടല്ലേ കൊക്ക്, കുളക്കോഴി അങ്ങനത്തെ സംഭവങ്ങൾ. പുള്ളിമാൻ കണ്ടില്ലേ, പുള്ളിമാൻ നിൽക്കുന്നത്. മുമ്പ് പോകുമ്പോൾ ഒരുപാടുണ്ടായിരുന്നു. കാളയാണെന്ന് തോന്നുന്നു. മുമ്പ് പോകുമ്പോൾ ഒരുപാട്